Welcome to Bosco Campus Vision. I am Amrita T.S., Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Hi everyone, welcome to the 22nd lecture of Company Administration. Here I am dealing with the doctrine of ultra vires under company law. Companies have to borrow funds from time to time for various projects in which they are engaged. Borrowing is an indispensable part of day-to-day transactions of a company, and no company can be imagined to run without borrowing from time to time. ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ പഠിക്കുന്നതാണ് ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ബിസിനസ്. ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഫിനാൻസ് വേണം. ഇപ്പോൾ കമ്പനീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഫിനാൻസ് ഇല്ലാതെ ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും കമ്പനീസ് എല്ലാം മുൻകൂട്ടി പൈസ കരുതി വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. കമ്പനീസ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും കമ്പനീസ് പലരുടെ നിന്നായിട്ട് ബോറോ ചെയ്തിട്ടാണ്, അതായത് കടം വാങ്ങിയിട്ടാണ്. എന്നിട്ട് അവർക്ക് ലാഭം ഉണ്ടാകുമ്പോഴത്തേക്കും അത് തിരിച്ചു കൊടുക്കും. അപ്പോൾ ബോറോ ചെയ്യാത്തൊരു കമ്പനി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ തന്നെ ഉണ്ടാകത്തില്ല. എല്ലാ കമ്പനീസും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പല ആളുകളുടെ കയ്യിൽ നിന്നായിട്ട് ഫണ്ട് ബോറോ ചെയ്യാറുണ്ട്. ബാലൻസ് ഷീറ്റ്സ് ആർ റിലീസ്ഡ് എവറി ഇയർ ബൈ ദി കമ്പനീസ് and you will hardly find any balance sheet without borrowings in the liability clause of it. However, there are certain restrictions while making such borrowings. If companies go beyond their powers to borrow, then such borrowings may be deemed as ultra vires. എല്ലാ കമ്പനീസും ഓരോ വർഷം അവസാനം അവരുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യും അല്ലേ. അപ്പം ബാലൻസ് ഷീറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു ബോറോയിങ് ഇല്ലാത്ത ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബോറോയിങ്സ് എല്ലാ കമ്പനീസും ചെയ്യാറുണ്ട്. ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അവർ ബോറോ ചെയ്യാറുണ്ട്, ഫണ്ട്സ് ബോറോ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ബോറോയിങ്സിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനു മുമ്പ് പഠിച്ചു, കമ്പനീസിനെ ചില കാര്യങ്ങൾ ബൗണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനീസിനെ കുറേ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ അധികാര പരിധിക്ക് പുറത്ത് പോയിട്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോറോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കമ്പനിയുടെ അധികാരത്തിന് പുറത്ത് നിന്നാണ് നമ്മൾ ബോറോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൾട്രാ വയേഴ്സ് എന്ന് പറയും. Then we can discuss the doctrine of ultra vires under company law in detail. It is a Latin term made up of two words, that is ultra, which means beyond, and vires, meaning power or authority. So, we can say that anything which is beyond the authority or power is called ultra vires. In the context of the company, we can say that anything which is done by the company or its directors which is beyond their legal authority or which was outside the scope of the object of the company is ultra vires. കമ്പനി ലോ പ്രകാരം ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന അൾട്രാ വയേഴ്സ് എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, അത് ലാറ്റിൻ ടേംസ് ആണ്. അൾട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട്, വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ. ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു പരിധിക്ക് അപ്പുറം, പവർ അല്ലെങ്കിൽ അതോറിറ്റി, അധികാരം. അപ്പോൾ അൾട്രാ വയേഴ്സ് എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് അധികാര പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് പറയും. ഒരു കമ്പനിയുടെ കോണ്ടെക്സ്റ്റിൽ പറയുവാണെങ്കിൽ കമ്പനിയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സോ കമ്പനിയുടെ ലീഗൽ അതോറിറ്റിക്ക് പുറമേ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയാണ് കമ്പനിയുടെ അധികാരങ്ങൾ, പവേഴ്സ്. അതിന് പുറമേ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് രേഖപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ അധികാര പരിധിക്ക് പുറമേ നിന്നുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മളതിനെ അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് പറയും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ is considered to be the constitution of the company. It sets out the internal and external scope and area of company's operation along with its objectives, powers and scope.
A company is authorized to do only that much with is within the scope of the powers provided to it by the memorandum. A company can also do anything which is incidental to the main objects provided by the memorandum. Anything which is beyond the objects authorized by the memorandum is an ultra vires act. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. അപ്പോൾ അതിന് ബിയോണ്ടായിട്ട് കമ്പനിക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മെമ്മോറാണ്ടത്തിനകത്ത് ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് നമ്മൾ കമ്പനിയുടെ സ്കോപ്പ്, എന്തൊക്കെ ഓപ്പറേഷനകത്ത് കമ്പനിക്ക് ഏർപ്പെടാൻ പറ്റും, കമ്പനിയുടെ പവേഴ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറയാത്ത ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കമ്പനി ഒബ്ജക്റ്റ് ക്ലോസിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനിയുടെ അധികാര പരിധിയിൽ വരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനിയുടെ അധികാരത്തിന് പുറമേ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കമ്പനിയോ കമ്പനിയുടെ ഡയറക്ടേഴ്സോ കമ്പനിയുമായി ബന്ധമുള്ള ആളുകളോ കമ്പനിയുടെ അധികാര പരിധിക്ക് പുറമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ അൾട്രാ വയേഴ്സ് ആക്ടിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് പറയാത്തൊരു ആക്ടിവിറ്റി ആണ് എങ്കിലും ഈ മെയിൻ ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സ്മൂത്തായിട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് കമ്പനി അൾട്രാ വയേഴ്സ് ആക്ടിൽ ഏർപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് കാർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിന് മെയിൻ ഒബ്ജക്റ്റ് ക്ലോസിനകത്ത്, കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് കമ്പനിയുടെ ആഫ്റ്റർ സെയിൽ സർവീസിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷേ കമ്പനിയുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടി കമ്പനി എന്ത് ചെയ്യാണ്? മറ്റൊരു ഏജൻസിയുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുവാണ്. അതായത് ഈ കമ്പനി സെയിൽ ചെയ്യുന്ന കാറുകളെല്ലാം പിന്നീട് സർവീസ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഏജൻസിയാണ് എന്ന് നമ്മൾ കമ്പനി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്കൊരിക്കലും അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ആ സർവീസ് പ്രൊവൈഡിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന മെയിൻ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇൻസിഡൻ്റലാണല്ലേ, ഇൻസിഡൻ്റൽ ആക്ടിവിറ്റിയാണ്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് പറയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് അൾട്രാ വയേഴ്സ് ആക്ട്. നമ്പർ 1 is acts which are ultra vires to the Companies Act. Second one is acts which are ultra vires to the memorandum of the company. Third one is acts which are ultra vires to the articles of the company but intra vires the company. Fourth one is acts which are ultra vires to the directors of the company but intra vires the company. Okay, let's discuss the types of ultra vires acts in detail. First one is acts which are ultra vires to the Companies Act. Any act or contract which is entered by the company which is ultra vires the Companies Act is void ab initio even if memorandum or articles of the company authorized it. Such act cannot be ratified in any situation. Similarly, some acts are deemed to be intra vires for the company even if they are not mentioned in the memorandum or articles because the Companies Act authorizes them. ഒരു കമ്പനിക്ക് ഒരിക്കലും കമ്പനീസ് ആക്റ്റിൽ പറയാത്തൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. കമ്പനീസ് ആക്റ്റിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യം അത് കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും സമ്മതമാണ് എങ്കിൽ പോലും കമ്പനി ആ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതൊരു അൾട്രാ വയേഴ്സ് ആക്റ്റായിട്ട് കണക്കാക്കും. അത് അൾട്രാ വയേഴ്സ് ടു ദി കമ്പനീസ് ആക്റ്റായിട്ട് കണക്കാക്കും. അങ്ങനെ എന്ത് ചെയ്താലും അതിന് വാലിഡിറ്റി ഇല്ല. അത് ആദ്യം തന്നെ വോയിഡാണ്. അതിന് യാതൊരു വാലിഡിറ്റിയും ഉണ്ടാവത്തില്ല. എന്നാൽ നേരെ തിരിച്ച് കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ കമ്പനിക്ക് ചെയ്യാം. അതൊരിക്കലും അൾട്രാ വയേഴ്സ് ആക്റ്റായിട്ട് ചിലപ്പോൾ കണക്കാക്കത്തില്ല. കാര്യം കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ആർട്ടിക്കിൾസിലും മെമ്മോറാണ്ടത്തിലും അത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. അത് ചെയ്യുകയാണെങ്കിൽ, അതായത് കമ്പനീസ് ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അത് ചെയ്യാൻ സാധിക്കും. എന്നാൽ കമ്പനീസ് ആക്ടിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യം മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം സമ്മതമാണെങ്കിൽ പോലും
ഒരിക്കലും കമ്പനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ആക്ടിനെ നമ്മൾ അൾട്രാ വയേഴ്സ് ടു ദി കമ്പനീസ് ആക്ട് ആയിട്ട് കണക്കാക്കും. സെക്കൻഡ് വൺ ഇസ് acts which are ultra vires to the memorandum of the company. An act is called ultra vires the memorandum of the company if it is done beyond the powers provided by the memorandum to the company. If a part of the act or contract is within the authority provided by the memorandum and remaining part is beyond the authority and both the parts can be separated, then only that part which is beyond the powers is considered as ultra vires and the part which is within the authority is considered as intra vires. However, if they cannot be separated, then whole contract or act will be considered as ultra vires and hence void. Such acts cannot be ratified even by shareholders as they are void ab initio. അടുത്തതായിട്ട് ആക്ട്സ് വിച്ച് ആർ അൾട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനിയാണ്. നമുക്കറിയാം അൾട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആക്റ്റാണെന്ന്. അതായത് ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന അധികാരത്തിന് പുറമേ കമ്പനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ ആക്ട് വിച്ച് ആർ അൾട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി. ഇപ്പോൾ അധികാരത്തിന് പുറമെ കമ്പനി എന്തെങ്കിലും ചെയ്യുകയാണ്, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണ്, എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു അൾട്രാ വയേഴ്സ് ആക്റ്റായിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒരു ആക്ടിവിറ്റി മാത്രമല്ല അല്ലേ, ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യും. അതിൽ ചില ആക്ടിവിറ്റീസ് നമ്മൾ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ മെമ്മോറാണ്ടം വഴി നമുക്ക് അധികാരമുള്ള കാര്യങ്ങളും ചില കാര്യങ്ങൾ നമ്മൾ അധികാരമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നിരിക്കട്ടെ. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ മെമ്മോറാണ്ടം വഴി നമുക്ക് അധികാരമുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ഇൻട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി എന്ന് പറയും. അധികാരമില്ലാത്ത കാര്യങ്ങളെ അൾട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി എന്ന് പറയും. ഇൻട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി ആണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, ഈ പറയുന്ന കോൺട്രാക്ട്സിലൊക്കെ നമുക്ക് ഏർപ്പെടാം. എന്നാൽ അൾട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വാലിഡിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്, അത് വോയിഡാണ്. അതുമൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ ലയബിലിറ്റി ഏറ്റെടുക്കാനും കമ്പനി തയ്യാറായിരിക്കണം. ഇനി ഇതുപോലെ മെമ്മോറാണ്ടത്തിൽ പറയാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അൾട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു റാറ്റിഫിക്കേഷനിലൂടെ നമുക്കതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു അൾട്രാ വയേഴ്സ് ആക്ട് ആയാൽ പോലും ഷെയർ ഹോൾഡേഴ്സിന് സമ്മതമാണെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിലോ ഉൾപ്പെടുത്തി ഈ അൾട്രാ വയേഴ്സ് ആക്റ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ നമ്മൾ ചെയ്തത് ആക്ട് വിച്ച് ആർ അൾട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി ആണെങ്കിൽ പിന്നീട് ഒരു റാറ്റിഫിക്കേഷനിലൂടെ, അതായത് ഷെയർ ഹോൾഡേഴ്സ് പിന്നീട് അത് എഗ്രി ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിനകത്തോ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു റാറ്റിഫിക്കേഷനോ ഇതിനകത്ത് സാധ്യമല്ല. ഇപ്പോൾ ഒരു കമ്പനി മെമ്മോറാണ്ടത്തിൽ പറയാത്ത അല്ലെങ്കിൽ മെമ്മോറാണ്ടത്തിന് വഴി അധികാരമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ആദ്യമേ തന്നെ എന്താണ്, വോയിഡാണ്. തേർഡ് വൺ ഇസ് ആക്ട്സ് വിച്ച് ആർ അൾട്രാ വയേഴ്സ് ടു ദി ആർട്ടിക്കിൾസ് ബട്ട് ഇൻട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം. All the acts or contracts which are made or done beyond the powers provided by the articles but are within the powers and authority given by the memorandum are called ultra vires the articles but intra vires the memorandum. Such acts and contracts can be ratified by the shareholders by making alterations in the articles to that effect. എന്താണ് അൾട്രാ വയേഴ്സ് ടു ദി ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആക്ട് വിച്ച് ആർ അൾട്രാ വയേഴ്സ് ടു ദി ആർട്ടിക്കിൾസ് ബട്ട് ഇൻട്രാ വയേഴ്സ് ടു ദി മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആ കമ്പനിക്ക് പെർമിഷൻ കൊടുക്കാത്ത ഒരു കാര്യം, എന്നാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം ആ കമ്പനിക്ക് അധികാരമുള്ളൊരു കാര്യം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യാത്തൊരു കാര്യം, എന്നാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വഴി കമ്പനിക്ക് അത് ചെയ്യാം. എങ്കിൽ പോലും അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ അതിനെ അൾട്രാ വയേഴ്സ് ആക്റ്റായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ അത് നമുക്ക് റാറ്റിഫിക്കേഷൻ സാധ്യമാണ്. അതായത് നമ്മളിപ്പോൾ ആ ആക്ടിവിറ്റി ചെയ്തു,
അതിനുശേഷം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സ് അതിനെ നമുക്ക് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സ് അത് എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റാറ്റിഫിക്കേഷനിലൂടെ അത് നമുക്ക് ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്തിയാൽ മതി. ഒരു ഓൾട്രേഷൻ വഴി അത് ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അൾട്രാ വയർസ് ആക്ടിൻ്റെ നൂലാമാലകളിൽ നിന്നൊക്കെ കമ്പനിക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം ഒരു ഡയറക്ടർക്കാണ് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാ അധികാരങ്ങളും പവർ ഓഫ് അറ്റോർണി പ്രകാരം കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന നമ്മുടെ അസറ്റ്സ് എല്ലാം കൈകാര്യം ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം കൊടുത്തിരിക്കുന്നത് ഒരു ഡയറക്ടർക്കാണ്. എന്നാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് നമ്മുടെ ഈ പറയുന്ന ഒരു അസറ്റ്, ഒരു ബിൽഡിങ്ങോ ഒരു അസറ്റും എന്ത് ചെയ്യുക, വിൽക്കാനുള്ള അധികാരം ഡയറക്ടേഴ്സിനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ഡയറക്ടേഴ്സിന് അസറ്റ്സ് ഒന്നും വിൽക്കാനുള്ള അധികാരം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അധികാരം ഒരാൾക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അയാളാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അയാൾ ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒരു അസറ്റ് വിറ്റു. അത് ആദ്യത്തെ കാഴ്ചപ്പാടിൽ, അതായത് ആ കാഴ്ചപ്പാടിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പെർമിറ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അതെന്താണ്? അൾട്രാ വയർസ് ടു ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. പക്ഷേ അത് എന്തും കൂടിയാണ് ഇൻട്രാ വയർസ് ടു ദി മെമ്മോറാണ്ടം വഴി പെർമിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പവർ ഓഫ് അറ്റോർണി പ്രകാരം ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാ അധികാരം നമ്മൾ ഒരൊറ്റയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്ത് ആ ഡയറക്ടർക്ക് ഷെയർസ് അല്ല അസറ്റ്സ് വിൽക്കാനും വാങ്ങാനുള്ള അധികാരം കൂടി നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി അൾട്രാ വയർസ് ആക്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നെക്സ്റ്റ് ഇസ് ആക്ട്സ് വിച്ച് ആർ അൾട്രാ വയർസ് ടു ദി ഡയറക്ടേഴ്സ് ബട്ട് ഇൻട്രാ വയർസ് ടു ദി കമ്പനി. All the acts or contracts which are made by the directors beyond the powers provided to them are called acts ultra vires the directors but intra vires the company. The company can ratify such acts and then they will be binding. കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡയറക്ടേഴ്സിന് കുറച്ച് അധികാരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധികാരത്തിന് പുറമേ നിന്നുകൊണ്ട് ഡയറക്ടേഴ്സ് എന്ത് കാര്യം ചെയ്താലും, എന്ത് ആക്ടിവിറ്റി ചെയ്താലും, എന്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാലും അതെന്താണ്? അൾട്രാ വയർസ് ടു ദി ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഡയറക്ടേഴ്സിന് അധികാരമില്ല, എന്നാൽ കമ്പനിക്ക് അധികാരമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഡയറക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അൾട്രാ വയർസ് ടു ദി ഡയറക്ടേഴ്സ് ബട്ട് ഇൻട്രാ വയർസ് ടു ദി കമ്പനി എന്നാണ് പറയുന്നത്. കമ്പനിക്ക് അധികാരമുള്ള കാര്യമാണ്, ഡയറക്ടേഴ്സിന് അധികാരമില്ലായിരുന്നു, പക്ഷേ അദ്ദേഹം അത് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് അൾട്രാ വയർസ് ആക്ട് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ കമ്പനിക്കത് റാറ്റിഫൈ ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സിനെല്ലാം സമ്മതമാണെങ്കിൽ നമുക്കൊരു ഓൾട്രേഷനിലൂടെ ഡയറക്ടർക്ക് ആ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അൾട്രാ വയർസ് ആക്ട് ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് സം എക്സെപ്ഷൻസ് ഫോർ ദി Ultra Vires Act. The company has the power to do the following acts. Number 1 is which are essential for the attainment of the objects stated in Memorandum of Association. Second one is which are reasonably and fairly incidental to the attainment of its objectives. Third one is which are otherwise authorized by the Companies Act. അപ്പോൾ ചില കാര്യങ്ങൾ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിലോ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും കമ്പനിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അതൊരു അൾട്രാ വയർസ് ആക്റ്റായിട്ട് കണക്കാക്കത്തില്ല. അതെങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണെന്ന് ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓബ്ജക്റ്റ്, ആ ഓബ്ജക്റ്റ് മെയിൻ ക്ലോസിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓബ്ജക്റ്റ് അത് സ്മൂത്തായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻസിഡൻ്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, നമ്മുടെ കമ്പനി ഒരു കാറ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. കാറ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഇൻസിഡൻ്റലായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കമ്പനി ഈ പറയുന്ന ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റൊരു ഏജൻസിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, ആഫ്റ്റർ സെയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. എന്നാൽ അത് നമ്മുടെ മെമ്മോറാണ്ടത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മെയിൻ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെയിൻ ഒബ്ജക്റ്റീവ് സ്മൂത്തായിട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ കമ്പനി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതൊരു അൾട്രാ വയർസ് ആക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കമ്പനീസ് മെയിൻ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇൻസിഡൻ്റലായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ അൾട്രാ വയർസ് ആക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല.
പിന്നെ ചില കാര്യങ്ങൾ കമ്പനീസ് ആക്ട് പ്രകാരം ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ CSR. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനി ലോ അനുസരിച്ച് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ കമ്പനീസിനും മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈവൻ ഇഫ് നമ്മുടെ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിനകത്തോ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും കമ്പനീസിന് എന്ത് ചെയ്യാം, അത് ചെയ്യാം. ഇപ്പോൾ COVID-19 ഔട്ട്ബ്രേക്ക് കാരണം കുറേ കമ്പനീസ് സാനിറ്റൈസേഴ്സ് ഇഷ്യൂ ചെയ്തു. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഹെൽത്ത് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പോവർട്ടി ഇറാഡിക്കേഷൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടു. പക്ഷേ ഈ ആക്ടിവിറ്റീസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മെമ്മോറാണ്ടത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അതൊരു അൾട്രാ വയസ് ആക്ട് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. അതായത് ഇന്ത്യൻ ലോ അനുസരിച്ച് കമ്പനീസ് മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്തേ പറ്റൂ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ അവരുടെ കുറച്ച് പ്രോഫിറ്റ് വിനിയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനിക്ക് ചെയ്യാം. അതൊരു അൾട്രാ വയസ് ആക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ എന്താണ്, കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിനകത്ത്, അതായത് മെയിൻ ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ സ്മൂത്തായിട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഇൻസിഡൻ്റൽ ആക്ടിവിറ്റീസിൽ കമ്പനീസിന് വേണമെങ്കിൽ ഏർപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി ലോ പ്രകാരം ഓതറൈസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനകത്ത് കമ്പനിക്ക് ഏർപ്പെടാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അൾട്രാ വയസ് ആക്റ്റായിട്ട് കണക്കാക്കത്തില്ല. Okay students, this is all for this session. Thank you for watching. Stay safe at home.